ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഇന്നൊരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആണ്. ദ സ്പ്ലിറ്റ്. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, എഡിറ്റർ അലൻ ഇഷാൻ ഒരു 6 ഫ്രണ്ട്സ് അവർ ഒത്തുകൂടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു ഹൈഫൈ റെസ്റ്റോറൻ്റ് എന്ന് പറയാം. ജെൻസി കിഡ്സ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരുപാട് കോൺവെർസേഷൻസ് ഇംഗ്ലീഷിലൊക്കെയാണ്. ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കോൺവെർസേഷൻസേ ഉള്ളൂ. വളരെ രസകരമായിട്ടാണ് അതിൻ്റെ ഒരു നറേഷനും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. പേര് അനർത്ഥമാക്കുന്നത് പോലെ ദ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു ബില്ല് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്പ്ലിറ്റ് ആവാം. അങ്ങനെ ഒരുപാട് സ്പ്ലിറ്റിനെ പറ്റി പറയുന്ന, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന, അതിനെയൊക്കെ ഒരു 30 മിനിറ്റിനകത്ത് വളരെ രസകരമായി പറഞ്ഞിരിക്കുന്ന, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കാരണം ഉള്ളി തൊലിക്കുന്ന പോലെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇതിൻ്റെത്. പക്ഷേ അതിനെ കോൺവെർസേഷൻ കൊണ്ട് ബിൽഡ് ചെയ്ത് ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത് ക്യാമറ വെച്ച്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് എൻ്റെ ടെക്നിക്കാലിറ്റിയെ പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഒരു ലിമിറ്റഡ് സ്പേസിൽ എത്രയെന്ന് പറഞ്ഞിട്ട് ഇതിനെ ക്യാപ്ചർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പം അതൊക്കെ മൊത്തം എൻഗേജൊക്കെ ആക്കി ഒരുപാട് ഡയലോഗ് ഡെലിവറീസ് വരുന്നുണ്ട്. അത് കുറച്ച് ക്രിഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും. പക്ഷേ ഇതൊരു ഹാർഷ് റിയാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ജെൻസി കിഡ്സിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവുമെങ്കിലും എനിക്ക് തോന്നുന്നു 80s 90s 2000 ഏത് കാലഘട്ടത്തിലും ഫ്രണ്ട്സ് ഉണ്ടോ അവർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇത് വെച്ചിട്ട് ഒരു വ്യക്തി ചിലപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വളരെ ചെറിയൊരാളായിട്ട് പോയിട്ടുണ്ടാവാം. ഫ്രണ്ട്ഷിപ്പുകൾ ഇല്ലാതായി പോയിട്ടുണ്ടാവാം. ഇനി അങ്ങനെ വരുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ എടുത്ത് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുടെ മനസ്ഥിതികളുണ്ടാവാം. അപ്പോൾ അതെങ്ങനെ വന്നു, അത് ഫോമായി, അങ്ങനെ എല്ലാത്തിലോട്ടും വെളിച്ചം വീശുന്ന, എങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഭയങ്കര എന്താ പറയുക, ഡെപ്തിൽ അനാലിസിസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിൽ ഇതൊക്കെ ചിന്തിപ്പിക്കുന്ന, നമുക്ക് ആ രീതിയിലോട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പേരുകൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. 6 പേര്. അജിത് ലിയോൺ, പുള്ളിയാണ് ആ റെഡ് ടീഷർട്ട് ഇട്ടിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു, പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ പോകുന്നത്. പക്ഷേ പുള്ളിയെ നായക സ്ഥാനത്ത് അങ്ങ് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റില്ല. കാരണം ബാക്കി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെ പേരുകൾ വായിക്കാം. വേർത്ത് മെൻഷനിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അജിത് ലിയോൺ, വർഷ, രേവതി, വിഷ്ണു, വിപിൻ ദാസ്, സെൻ റൂബി. ഇവരുടെയൊക്കെ മുഖങ്ങൾ പലരും ഉണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഇവരൊക്കെ തന്നെയാണ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എനിക്ക് ഈ പറഞ്ഞ വികാരങ്ങളെല്ലാം ഒരുപോലെ പോവുകയും ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുള്ളതും, ഇവരൊക്കെ നാളെയുടെ വാഗ്ദാനം പോലെയാണ് എനിക്ക് തോന്നിയത്. സ്പെഷ്യലി അജിത് ലിയോൺ, ഒരു ലുക്മാൻ അവറ പോലെയൊക്കെ, പുള്ളിയും ഇതുപോലെ ഷോർട്ട് ഫിലിമിൽ നിന്നൊക്കെ വന്ന് ഇപ്പം മെയിൻ സ്ട്രീമിൽ നല്ല റോളുകൾ ചെയ്യുന്ന ഒരാളാണ്. അതുപോലൊക്കെ വരാൻ പൊട്ടൻഷ്യലുള്ള എല്ലാവരും. അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പണിങ്ങും നല്ലതാണെന്ന് തോന്നുന്നു. ഭാവന സ്റ്റുഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസ് ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കർ, ദിലീഷ് പോത്തൻ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അതുവഴി വന്നതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ഈ ടാലൻസിനെ എല്ലാം ഇവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷേ അവർ ഇമ്പ്രസ്ഡ് ആയാലും ഇല്ലേലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫ്രണ്ട്സ് ഉണ്ടാവും. കാലക്രമേണ, കാലപ്പോക്കിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ അങ്ങനെ നിലനിന്നിട്ടുണ്ടാവും. ചിലർ അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതെല്ലാം ഓർക്കും. അതെല്ലാം ഓർക്കുന്ന രീതിയിലുള്ള നല്ല രസമായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സീ യു ഗൈസ്.